അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മസാല ദോശക്കുള്ള ഒരു വെറൈറ്റി ഒരു മസാല ആണ് കേട്ടോ. അതേ നമ്മൾ കോഫി ഹൗസിലുണ്ടല്ലോ, ഇന്ത്യൻ കോഫി ഹൗസിലുള്ളൊരു മസാലയാണ്. അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പരീക്ഷിച്ച് നോക്കും കേട്ടോ. അപ്പോൾ ഇതിനാവശ്യമായത് ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീറ്റ്റൂട്ടാണ് വേണ്ടത്. ഉള്ളി, ഇഞ്ചി, കറിവേപ്പില, 2 പച്ചമുളക്, 2 വറ്റൽമുളകാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളിത് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കുക്കർ എടുക്കുക. കുക്കറിൽ നമ്മൾ ഫസ്റ്റിന് ഉരുളക്കിഴങ്ങ്, ഞാൻ ഒരു വലിയ ഉരുളക്കിഴങ്ങും ചെറിയൊരു ഉരുളക്കിഴങ്ങ് എടുത്തത്. നമ്മൾ കുറച്ച് ആൾക്കാരല്ലേ ഉള്ളൂ, അപ്പോൾ അത് മാത്രമാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇടുന്നത് ബീറ്റ്റൂട്ടാണ്. ഒരു ബീറ്റ്റൂട്ടാണ്, സാധാരണ മീഡിയം ബീറ്റ്റൂട്ടാണ് എടുത്തത് കേട്ടോ. ഒരു മീഡിയം ബീറ്റ്റൂട്ടും തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തത്. അതേപോലെ തന്നെ ഒരു ക്യാരറ്റാണ് എടുത്തത്. തൊലിയൊക്കെ കളഞ്ഞിട്ട് 4 ഭാരമായിട്ടിട്ട് ആണ് അതിലിടുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചെടുക്കുകയാണേ. കൂടുതൽ വെള്ളമൊന്നും വേണ്ട ആവശ്യമില്ല. ഒരു കപ്പാണ് വെള്ളം ഒഴിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പിൻ്റെ കല്ലുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കല്ലുപ്പ് ഉപയോഗിക്കുക. ഞാനിതപ്പോൾ പൊടിയുപ്പാണ് ഉപയോഗിക്കാറുള്ളത്. ആവശ്യത്തിനുള്ള പൊടിയുപ്പ് ഇടുക. അത് കഴിഞ്ഞ് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടിയിടുക. മൂടിയിട്ടതിന് ശേഷം ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും 4 വിസിലൊക്കെ എന്തിനാണ്, ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ പെട്ടെന്ന് വേവുന്നതല്ലേ, എന്തിനാണ് 4 വിസിൽ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ ബീറ്റ്റൂട്ടിന് കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഒരു 4 വിസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഒരു ഭാഗത്ത് നിന്നിട്ട് അത് വേവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മറ്റേ അടുപ്പത്ത് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട്, ഓയിലോ വെളിച്ചെണ്ണ എന്ത് വേണം യൂസ് ചെയ്യുക. ഞാൻ സൺഫ്ലവറാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇടുക. പിന്നെ അതേപോലെ തന്നെ ഉഴുന്നും, അതേപോലെ തന്നെ ഉഴുന്നെടുക്കുക കേട്ടോ. ഉഴുന്നും അതിലേക്ക് ഇടുക. പിന്നെ 2 വറ്റൽമുളക് ഇടുക. അതിന് ശേഷം 2 ചെറിയ പച്ചമുളക് ഉണ്ട് കേട്ടോ. പച്ചമുളകും അതിലേക്ക് ഇടുക. പിന്നെ വേണ്ടത് കറിവേപ്പില, കുറച്ച് കറിവേപ്പില ഇടുക. ഒക്കെ കൂടി പൊട്ടിയതിൻ്റെ ശേഷം വലിയ ഉള്ളി ഇടുക. ഒരു മീഡിയം വലിയ ഉള്ളി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തിന്നായിട്ട് മുറിച്ച് വെക്കണം കേട്ടോ. സൈസായിട്ട് കൂടുതൽ കട്ടിയൊന്നും വേണ്ട. അപ്പോൾ അതും കൂടി അതിൽ ആഡ് ചെയ്യാം. ഒരു മീഡിയം ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതും ഇട്ടതിൻ്റെ ശേഷം നല്ലോണം ഇളക്കുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കുക. കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഫുള്ളിലാക്കരുത്. അത് കഴിഞ്ഞ് അതിലേക്ക് ഉള്ളി വാടാൻ ആവശ്യത്തിനുള്ള കുറച്ച് അല്പം ഉപ്പിടുക. പിന്നെ അതേപോലെ തന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇടുക. ഒരു നുള്ള് മതി കേട്ടോ. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇടുക. അതേപോലെ തന്നെ അതിന് കളറിനും വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് കേട്ടോ. അത് വേണം ആവശ്യമുള്ളവർക്ക് മാത്രം ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഇതിന് പകരം കുരുമുളക് വേണമെങ്കിൽ അതും ഇടുക. ഇതിൽ ഞാൻ കുരുമുളകൊന്നും ഇട്ടിട്ടില്ല. ഇവിടെ മക്കൾക്കൊന്നും എരിവ് അത്ര ഇഷ്ടമല്ല കേട്ടോ. എരിവ് കൂടുതലുണ്ടാകുമ്പോൾ കഴിക്കൂല. അപ്പോൾ ഞാൻ ഇതിൽ കുരുമുളക് ഇടുന്നില്ല. കുരുമുളക് ആവശ്യത്തിന് കുരുമുളക് ഇടുക. പിന്നെ നല്ലോണം വഴറ്റി കേട്ടോ. അത് കൂടുതലായിട്ടൊന്നും വഴറ്റണ്ട, കുറച്ചൊരു വഴറ്റിയാൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും കൂടി ആഡ് ചെയ്യണം. ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയതാണ്. അപ്പോൾ നമ്മൾ 4 വിസിലൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊന്നും കൂടുതലായിട്ടൊന്നുമില്ല. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം മാറ്റി വെച്ചാൽ മതി കേട്ടോ. ഇത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് നല്ലപോലെ ഉടയ്ക്കുക. ഉടച്ചിട്ട് കഷ്ണങ്ങൾ കുറച്ച് ചെറുതായിട്ടൊക്കെ കഷ്ണങ്ങളൊക്കെ നമുക്ക് കടിക്കാൻ പാകത്തിലുള്ള കഷ്ണങ്ങളായിട്ട് അതിലേക്ക് വേണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉടച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ടിൻ്റെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആദ്യം വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം തന്നെ, നമ്മൾ എടുത്തു വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം തന്നെ എടുത്താൽ മതി. ഇതിൽ വെള്ളം ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ആ ഉള്ളി വാട്ടിയിലേക്ക് മിക്സ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ കമൻറ്റിലിടുക.
അതല്ലെങ്കിൽ ഇതേപോലെ ഇത് നോക്കിയിട്ട് ട്രൈ ചെയ്ത ആൾക്കാരാണെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. അടിപൊളി മസാലയാണ്. ദോശക്കൊക്കെ മസാല ദോശക്കുള്ള മസാലയാണ്. അത് കോഫി ഹൗസിലുള്ള അവരോട് ചോദിച്ചിട്ടുള്ള ഒരു മസാല ആണ് കേട്ടോ. അവിടെ പോയിട്ട് ചോദിച്ചതാണ് എങ്ങനത്തെ മസാല എന്നുള്ളത് ചോദിച്ചതാണ്. അപ്പോൾ നമ്മളിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ തന്നെയാണ് കേട്ടോ. അപ്പോൾ വലിയ ഇതിലാണ് ചട്ടിയിലാണ് നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ അടിപൊളി ദോശയാണ്. നല്ല മൊരിഞ്ഞൊരു ദോശയാണ് കേട്ടോ. നല്ല വലുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ അത്രത്തോളം വെക്കാനുള്ള അത്രത്തോളം നമ്മൾ റൗണ്ട് ആക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതിലും നമ്മൾ ഹോട്ടലിലൊക്കെ ഉണ്ടാവുന്ന കോഫി ഹൗസിലൊക്കെ ഉണ്ടാകുന്ന വലിയ ദോശയാണ് ഉണ്ടാവുക. പക്ഷേ സെയിം മസാല ആണ്. അപ്പോൾ അതാ മസാലയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. മൊരിയാനും വേണ്ടിയിട്ടാണ് ഈ എണ്ണ ഒഴിച്ചെടുക്കുന്നത് കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് അപ്പോൾ എണ്ണയൊക്കെ എല്ലാ ഭാഗത്തേക്കും ആക്കിയിട്ട് ഇതാക്കുക. കമൻ്റ് ഇടാൻ മറന്നു പോകരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മളെ ദോശ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. ആ മൊരിഞ്ഞ സമയത്താണ് നമ്മൾ ഈ മസാല അതിലേക്ക് ഇടുന്നത് കേട്ടോ. അടിപൊളി മസാല ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. രാവിലത്തെ മക്കൾക്കൊക്കെ നല്ലോണം ഇഷ്ടമാവും കേട്ടോ. അങ്ങനെ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 മടക്കാക്കിയിട്ടാണ് ഇടുന്നത്. ചില ആൾക്കാരൊക്കെ കോണിലാകൃതിയിൽ മടക്കും, ചില ആൾക്കാരൊക്കെ റൗണ്ടിലായിട്ട് ഇങ്ങനെ മടക്കും, ചില ആൾക്കാർ. അപ്പം ഞാൻ പാകത്തിന് വേഗം ഈസിക്ക് വേണ്ടിയിട്ട് 2 ഭാഗമാക്കിയിട്ട് മടക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചട്ടിയിൽ നിന്ന് അങ്ങനെ ഇതേപോലെ ഓരോന്നോരോന്ന് എടുത്തു കൊടുക്കുക. അപ്പം ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിട്ട് ഇതേപോലെ ചൂടോടക്ക് ആക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ ചൂടോടക്ക്. അപ്പം നമ്മളെ മസാല ദോശ അടിപൊളിയായിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ ഉണ്ടായത്. കാണുമ്പം തന്നെ കഴിക്കാൻ തോന്നും, അത്രയും നല്ല അടിപൊളി മസാല ദോശയാണിത്. അപ്പം നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയായിരുന്നു കേട്ടോ. എന്നാണ് എനിക്കൊരു സ്ഥലം വരെ പോകാനും ഉണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആക്കിയിട്ടുണ്ട്. ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് പോകാനുണ്ട്. അപ്പോൾ നമ്മൾ വേഗം മസാല 1-2 കഴിക്കാം. അത്രയും നല്ല വലിപ്പമുള്ള മസാല ദോശയാണിത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാവിലെ തന്നെ അടിപൊളിയാണ്. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലത്തെ റെസിപ്പി വീഡിയോ ആയിട്ടും ഡേ മൈ ലൈഫായിട്ടും എല്ലാ വീഡിയോസായിട്ടും നമ്മൾ ഇനിയും വരുന്നതാണ്. പുതിയ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ വീഡിയോസും കാണാം, മൊത്തത്തിൽ കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.